Hey everyone, welcome back. This is Nirajana here from Leo Tales. ഇന്ന് നമ്മൾ മേക്കപ്പിലെ ഒരു ഗെയിം ചേഞ്ചർ പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ സ്ട്രോബ് ക്രീമിനെ കുറിച്ചിട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേരും യൂസ് ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡേ ടു ഡേ ലുക്കിൽ, അതായത് വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ പുറത്ത് പോകുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് വേറൊരു സാധനം നമുക്കിന്ന് ട്രൈ ചെയ്യാം, വിച്ച് ഇസ് ആ ബ്ലഷ്. അപ്പോൾ ബ്ലഷ് ഒരു പുതിയ പ്രോഡക്റ്റ് അല്ല. ബ്ലഷ്, റൂഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പൊതുവേ നമ്മുടെ കവിളിനൊരു ചുമപ്പ്, ഒരു തുടിപ്പ്, തക്കാളി കവിളുകൾ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സാധനമാണ് ബ്ലഷ്. നമ്മൾ സ്ഥിരം മേക്കപ്പ്, ഇപ്പം വെഡ്ഡിങ് മേക്കപ്പിലൊക്കെ നമ്മൾ എടുത്തു കാണുന്ന ഒരു സാധനമാണ് ഈ ചീക്സിൻ്റെ ഒരു ചുമപ്പെന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പൗഡർ ഫോമിലാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന രീതി. അപ്പം അത് പലർക്കും തോന്നുമോ അത് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അതല്ല, നമ്മൾ വെറുതെ ഒന്ന് പുറത്ത് പോകുന്നു, അപ്പോൾ കവിളിന് ഒരു അല്പം ഒരു തുടുപ്പ് വേണം. വേറെ ഫേസ് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ല, പക്ഷേ ഫേസ് ഒന്ന് തിളങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ലിക്വിഡ് ബ്ലഷുകൾ, അഥവാ ലിക്വിഡ് മൂസി ടെക്സ്ചറിലുള്ള ബ്ലഷ്. അങ്ങനത്തെ എൻ്റെ ഫേവറേറ്റ് ഡെയിലി മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷുകൾ രണ്ടെണ്ണമാണുള്ളത്. സ്പെസിഫിക്കലി പറഞ്ഞാൽ ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ബ്ലഷിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ബട്ട് വേറെ കുറച്ച് ബ്രാൻഡ് ഓപ്ഷൻസും കൂടെ ഞാൻ തരാം. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. കീപ്പ് ഓൺ വാച്ചിങ്. സോ നമ്മൾ ബ്ലഷ് ഇടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഫേസ് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇടും. അതിനുശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൈമർ ഇടും. അത് കഴിഞ്ഞ് ഫൗണ്ടേഷനോ കൺസീലറോ ഒക്കെ, അതായത് ബേസ് മേക്കപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന സാധനങ്ങളായി ഫൗണ്ടേഷൻ, കൺസീലർ, സെറ്റിംഗ് പൗഡർ തുടങ്ങിയ സാധനങ്ങളെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ നമ്മൾ കണ്ണും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്യുക. അപ്പം ഇത് അപ്ലൈ ചെയ്യേണ്ട ഐഡിയലി സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുമ്പോൾ ഈ ചീക്സ് ഇങ്ങനെ റേസ് ആവുന്ന ഈ സ്പോട്ടിൽ ഇവിടെയാണ് നമ്മൾ ശരിക്കും ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ചിലർ കവിളിൻ്റെ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, കവിൾ മൊത്തം അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ദാറ്റ്സ് ഓൾ ഓക്കെ. ഒരു നാച്ചുറൽ ലുക്ക് എപ്പോഴും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഫ്ലഷ്ഡ് ചീക്സ് ലുക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ പൊങ്ങുന്നത് ഈ രണ്ട് ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലിക്വിഡ് ബ്ലഷ് ഞാൻ പർട്ടിക്കുലർലി മേക്കപ്പ് റെവല്യൂഷൻ്റെ സൂപ്പർ ഡ്യൂയി ബ്ലഷ് പ്രിഫർ ചെയ്യാനുള്ള കാരണം, എനിക്ക് പൊതുവെ ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പൗഡറൊക്കെ വെച്ച് ഒരു പ്രത്യേക ബ്രഷൊക്കെ ഉപയോഗിച്ച് അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ കുറേ പൊടി ഫോൾ ഔട്ട്, ഒരു നാച്ചുറൽ ലുക്ക് ആയിരിക്കില്ല. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്ക്, നമ്മുടെ കവിള് നമ്മൾ പിഞ്ച് ചെയ്ത് ചോമ്പിക്കത്തില്ലേ, അതേപോലെ. ബ്ലഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോമ്പ് കളർ മാത്രമല്ല കേട്ടോ, അത് നമ്മുടെ ഒരു പഴയ രീതിക്കാണ്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ന്യൂഡ് മോവ് എന്നൊരു ഷെയ്ഡാണ്. അതുപോലെ കോറൽ ഷെയ്ഡ്, ബ്രൗൺ, പിങ്ക്. ബേസിക്കലി നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഒരു ചുമന്ന കവിള് തന്നെ ആയിരിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ഹെൽത്തി ലുക്കിംഗ് ഫ്ലഷ്ഡ് ചീക്ക് ലുക്സ് കിട്ടാനായിട്ട് അത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ന്യൂഡ് മോവ്. പിന്നെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് വിരൽ വെച്ചോ ബ്രഷ് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാം അതിൻ്റെ ഒരു കളർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ. അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ഭംഗിയാണ് കാണാൻ. നിങ്ങളിപ്പോൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്, സ്കിൻ ടൈപ്പ് ഏതാണെങ്കിലും ഇതിൻ്റെ ഫോർമുല കിഡിലമാണ്. അവർ പറയുന്നത് ഡ്യൂയി എന്നാണ്, പക്ഷേ അങ്ങനെ ഒരു സ്വെറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഫീൽ ഒന്നും കാണത്തില്ല. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റിഫൈങ് ഒരു ഫീലായിരിക്കും. സോ ഗുഡ്. സ്റ്റേയിങ് പവർ എനിക്ക് ഈസിലി ഒരു 7-8 hours ഒക്കെ ഈസിലി കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്കൊരു പാർട്ടി വെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2-3 ലെയർ അപ്ലൈ ചെയ്തിട്ട് ബിൽഡ് ചെയ്യാം. അല്ല ഡെയിലി വെയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ ലെയർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് വിരൽ വെച്ച് തന്നെ ഡാബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബ്രഷ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ സൂപ്പർ ഡ്യൂയി റേഞ്ചിലുള്ള ബ്ലഷുകൾ നോക്കുക. ആമസോണിൽ 6-7 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്നും തിരിഞ്ഞു പോലും ചിന്തിക്കേണ്ട, ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ട. ഗോ ഹെഡ് ആൻഡ് ഗെറ്റ് ദിസ്, യു വിൽ ലവ് ദിസ്. രണ്ടാമത്തെ ഒരു ബ്രാൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലവ് ചൈൽഡ് ബൈ മസാബ എന്നുള്ള ബ്രാൻഡാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്, സെലിബ്രിറ്റി ബ്രാൻഡാണ്. ഇവരുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കുറച്ചും കൂടെ ക്ലീനർ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അതായത് നമ്മളിപ്പം മേക്കപ്പിൽ തന്നെയും ഈ സൾഫേറ്റ് ഫ്രീ, സിലിക്കോൺ ഫ്രീ, പാരബൻ ഫ്രീ അങ്ങനെയൊക്കെ പറയുമല്ലോ, അതുപോലെ കുറച്ച് ക്ലീൻ ഇൻഗ്രീഡിയൻറ്റ് രീതിയിലുള്ള ഒരു ബ്രാൻഡാണ് ഈ ലവ് ചൈൽഡ് ബൈ മസാബ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു 7-8 ഷെയ്ഡുകളുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ബബിൾഗം ബാറാത്ത് എന്നുള്ള ഷെയ്ഡാണ്. അപ്പം ഇവിടെ ഈ ഒരു ഫോമുലയിൽ എനിക്ക് ഒരു പ്രോബ്ലം തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് മാറ്റിഫൈ ആവും. അതായത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിരൽ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷ് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് വിരൽ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞാലും ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ സ്റ്റേയിങ് പവർ എനിക്ക് രണ്ടും കുറേ സിമിലർ ആയിട്ടാണ് തോന്നിയത്. ലവ് ചൈൽഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യുക, അതും ബ്രഷ് ആയിരിക്കും ഐഡിയൽ. പക്ഷേ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നല്ലതാണ്. നിങ്ങൾക്ക് ആ ബ്രാൻഡിൻ്റെ ഒരു ഇത്തോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ്, നിങ്ങളൊരു ഫസ്റ്റ് ടൈമർ ആണ്, നിങ്ങൾക്കൊരു ബ്ലഷ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷ് ട്രൈ ചെയ്യുക എന്നുള്ളത്. ഇനി ഈ ബ്ലഷ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ ഒരു പൊടിക്കും കൂടെ ഒരു തിളക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ പ്രോഡക്റ്റ്
ഷിമ്മർ ഗോൾഡൻ ആർ ഇലുമിനേറ്റിംഗ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് സ്ട്രോബ് ക്രീം. ബേസിക്കലി സ്ട്രോബ് ക്രീം അത്രയേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഇലാന എന്നുള്ള ബ്രാൻഡിനെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ബ്ലഷിൻ്റെ പുറത്ത് കുറച്ച് സ്ട്രോബ് ക്രീം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കവിളൊക്കെ നല്ല തിളങ്ങിയിരിക്കും. എന്നാൽ വലിയ മേക്കപ്പ് ഇട്ടതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ജസ്റ്റ് കണ്ണ് മാത്രം എഴുതുന്ന ആളാണെങ്കിലും കുറച്ച് ലിപ്സ്റ്റിക് ഇടുന്ന ആളാണെങ്കിലും ഈ ഒരു സാധനം ഫേസിലൊന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു ഗ്ലോ ആയിരിക്കും. ആരും പറയത്തില്ല അയ്യോ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഡേ ടു ഡേ ലുക്കിൽ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് മേക്കപ്പ് ഇട്ടു എന്ന് തോന്നരുത്, എന്നാൽ ഇട്ടില്ല എന്നും തോന്നരുത്. ഇതേതാണ്ട് ആ കാറ്റഗറിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല, ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചാൽ പൊടിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. നിങ്ങൾക്ക് ഈ സൂപ്പർ ഷോർട്ട് വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. ഡെയിലി വെയർ ഈസി മേക്കപ്പ് ലുക്സിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. പുതിയ പ്രോഡക്റ്റ് ഡിസ്കവറീസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.